ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൺഡേ വ്ളോഗാണ്. സൺഡേയിലെ കുറച്ച് സമയം ഞങ്ങൾ എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അയർലൻഡിലെ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇപ്പം കുറച്ച് പേര് അയർലൻഡിലേക്ക് വന്നവർക്കൊക്കെ സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് ഓഫാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഓഫ് ആകുന്നതുകൊണ്ട് മിക്ക സൺഡേയിലോ സാറ്റർഡേയിലോ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഞങ്ങളൊന്ന് ഒത്തുകൂടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഈ ഒരു സ്പോട്ട് ഞങ്ങൾ കണ്ടുവച്ചിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫാമിലീസ് വീടൊക്കെ വാങ്ങി സെറ്റിലായവരും ഉണ്ട്, അതുപോലെ തന്നെ റെൻറ്റിന് വീടെടുത്തിട്ട് അതിൽ 2-3 റൂമൊക്കെ ഉണ്ടെങ്കിൽ ഒരു റൂം ഇങ്ങനെ റെൻറ്റിന് കൊടുക്കുന്നവരും ഉണ്ട്. അപ്പം ഞാൻ ഇപ്പം താമസിക്കുന്ന ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ അവർ ഈ വീടൊക്കെ വാങ്ങിയവരാണ്. വീടൊക്കെ സ്വന്തമായിട്ട് വാങ്ങിച്ചവരാണ്. 10-20 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. അങ്ങനെ ഒരു വീട്ടിലാണ് ഞാനിപ്പം താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഓരോരുത്തരുടെ ഓരോ വീടുകളിലെ റൂം റെൻ്റ് എടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇപ്പം ഇവിടെ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒത്തുകൂടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഒരു സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ സംഘടിപ്പിച്ച് ചിരിക്കാനും തമാശ പറയാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് സമയം കണ്ടെത്തുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ്സും വണ്ടി വിളിച്ച് നമ്മളിപ്പം ഇരിക്കുന്ന വീട്ടിലോട്ട് വരുന്നില്ല. നമ്മൾ ഒരു എഫേർട്ട് എടുത്ത് അത് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതുപോലെ തന്നെ നമ്മൾ പോകാറുണ്ട്, ഇങ്ങനെ കൂടാറുണ്ട്. അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ബോഡിയൊക്കെ നോക്കുന്നത് പോലെ തന്നെ നമ്മുടെ മൈൻഡിനെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നമുക്ക് വെക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആയി നമ്മുടെ ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ നിലനിർത്താനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതേ ഒരു മെൻറ്റാലിറ്റി ഉള്ളവരും വേണം കേട്ടോ. ഇപ്പം നമുക്ക് റീൽസ് ചെയ്യുമ്പോഴും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ക്രേസ് ഉള്ളവർ, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെല്ലാം കൂടെ കൂടിയാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ആരെയും കമ്പൽ ചെയ്ത് ഡാൻസ് ചെയ്യിപ്പിക്കാനും ഇത് ചെയ്യാനും ഒന്നും പറ്റത്തില്ല. അപ്പം ഓരോരുത്തരുടെയും മനസ്സിന് സന്തോഷം കിട്ടുന്നത് ഏത് ലെവലിലാണോ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നവരുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളിലുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതിനെ ഫോളോ ചെയ്യുക. അത് കുറച്ച് മനസ്സിനെയും കൂടെ നമ്മളൊന്ന് കേൾക്കാനായിട്ട് ശ്രമിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു രീതിയിൽ അങ്ങ് ജീവിതമൊക്കെ അങ്ങ് പോകുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ₹1 ചിലവില്ലാത്ത കാര്യം. എല്ലാവരും കൂടെ നടന്ന് ഇങ്ങനൊരു സ്പോട്ടിൽ വരുന്നു, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി നമ്മളിങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് സമയങ്ങൾ കളയുന്നുണ്ട്. അപ്പം എന്താ പറയുന്നത്, നല്ല മനോഹരമായ ഒരു നിമിഷമായിരുന്നു അതൊക്കെ. അപ്പോൾ ഇപ്പം ഞാനിത് എഡിറ്റ് ചെയ്യാനെടുത്തപ്പോൾ എനിക്ക് സത്യത്തിൽ ഇതൊക്കെ കാണുമ്പം ചിരി വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി ഉണർത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ഓർമ്മകളൊക്കെ നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ എന്നുള്ള ഓർക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ സൺഡേ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാനിനി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.